നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളുടെ ശബരിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെ ഞങ്ങൾക്കറിയാം. അല്ല, ഞങ്ങൾക്കിപ്പോ മനസ്സിലാവാത്തത് നിന്നെയാ. നിനക്കും ശബരിക്കും ഇടയില് ഞങ്ങളാരും അറിയാത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോടൊന്ന് തുറന്ന് പറയേണ്ടതേ. പറയാം, എല്ലാം പറയാം, തെളിവും തരാം. അനുദീച്ചെവിടെ? അവള് മുകളിലുണ്ട്. ശബരി വിളിച്ചിട്ട് പോയതാ. ഇത് തന്നെയാ ഞാൻ ഇവിടുന്ന് പോകാൻ കാരണം. കുറെ നാളായി ശബരേട്ടിന് ഞാൻ വേണ്ട. എന്തിനും ഏതിനും അവള് മതി. അനിത ദേക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഒന്നില്ലെങ്കിൽ അവള്, അല്ലെങ്കിൽ ഞാൻ. എന്റെ ശബരി, എന്തേത്? ഇനി കണ്ണി കണ്ട ഡ്രസ്സൊന്നും എടുത്തിട്ട് കമ്പനിയിൽ പോകരുത്. ഞാനിതെടുത്തൊരു കാര്യം. ഇനി വേണ്ടത് ഞാൻ സെലക്ട് ചെയ്ത് തരാം. ഈ ഡ്രസ്സ് നല്ല മാച്ച് അല്ലേ? എടുത്തിട്ട് സെലക്ഷൻ സൂപ്പറാ. ദയാണെങ്കിൽ അവളുടെ കാര്യം മാത്രമേ നോക്കൂ. ഞാൻ എങ്ങനെ നടന്നാലും അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ കാര്യം മറന്നേക്ക് ശബരി. ഇനി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്വന്തം ഭർത്താവിന്റെ അനിയനോട് തന്നെ വേണോടി നിന്റെ ഈ തോന്നിവാസം. മിണ്ടിപ്പോകരുത്. ഏട്ടത്തിയമ്മ അമ്മയെ പോലെയാണെന്ന് പ്രസംഗിച്ച മാനിയല്ലേ? ഇതായിരിക്കും നിങ്ങളുടെ മാതൃസ്നേഹം. നീ ഇത്രയൊക്കെ പറയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അനിതയെടുത്ത് എനിക്കൊരു ഷർട്ട് എടുത്തതാണോ ഇത്ര വലിയ കുഴപ്പമായത്? ഓ, ഷർട്ട് എടുത്തു വന്നതോ? എന്നെ കണ്ണുമുട്ടിയൊക്കെ നോക്കുവാണോ നിങ്ങള്? അതെ, എനിക്ക് നല്ല കാഴ്ചയുണ്ട്, കേൾവിശക്തിയുണ്ട്. എന്റെ ഭർത്താവ് എന്നെ മറന്നിട്ട് നിന്റെ കൂടെ ജീവിക്കണോ? അല്ലടി. എന്റെ ദയ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നിർത്തടി. നീ എന്തേ കാണിക്കുന്നേ? അനിതയെടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിതൊന്നും തെറ്റായി തോന്നില്ല. ഇത് നിങ്ങളുടെയും കൂടി ആവശ്യമാണല്ലോ. ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് ഇതെന്റെ തോന്നല് മാത്രമായിരുന്നു. ഇപ്പൊ എനിക്ക് എല്ലാം ബോധ്യമായി. നീ ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ദയവ് ചെയ്ത് ആരെയൊന്നും അറിയിക്കരുത്. ഇല്ലടി, നിന്നെയൊന്നും ഞാനങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ തനിനിറം ഇവിടെ എല്ലാവരും അറിയണം. ഞങ്ങൾ നാണം കെടുത്തിയ നിനക്ക് തന്നെയായിരിക്കും അതിന്റെ ദോഷം. നീ എന്നെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നേ എല്ലാവരും പറയുള്ളൂ. നിങ്ങളുടെ വീട്ടുകാര് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകും മുൻപ് തന്നെ നിങ്ങൾ തമ്മിൽ രഹസ്യബന്ധം ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ പറ്റും. അതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് ഇവിടെ ഉള്ളവർ എനിക്ക് ബോധ്യപ്പെടുത്തണം. അത് ഞാൻ ബോധ്യപ്പെടുത്തിയിരിക്കും. വരാൻ ഇങ്ങോട്ട്. എന്താണ് അവിടെ ഒരു ഒളിച്ചോട്ടം? ഇതൊന്നും അവസാനിപ്പിക്കാനായില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ ഒളിഞ്ഞു നോക്കിയതൊന്നും അല്ല, നേരെ തന്നെ നോക്കിയതാ. അച്ഛന്റെ രണ്ടാമത്തെ മരുമകൾ അങ്ങോട്ട് കേറി പോയിട്ടുണ്ട്. നീ എപ്പോഴാ വന്നത്? ഉണ്ണിക്കുട്ടൻ വന്നില്ലേ? ആദ്യം അച്ഛൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് ഉണ്ണിക്കുട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്നാടാ പ്രശ്നം? എന്താ അവള് ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കറിയില്ല അച്ഛാ. ദയ കയറി വരുമ്പോ അനിതയെടുത്തി എന്റെ മുറിയിലുണ്ടായിരുന്നു. അതിനെ ഈ പുകലൊക്കെ. ഇവൾക്ക് എന്താ നമ്മുടെ മുറിയിലെ കാര്യം? അവിടെ എന്ത് നടന്നെന്ന് പറഞ്ഞു കൊടുക്കച്ഛന്. അവിടെ എന്ത് നടക്കാനതേ? നിന്റെ സംശയരോഗം കൊണ്ട് നിനക്ക് പലതും കണ്ടതായിട്ട് തോന്നും. അതൊക്കെ ഞാൻ എങ്ങനെ പറയും? എടി, അല്ലെങ്കിൽ നീ അങ്ങോട്ട് കേറി പോയതല്ലേ ഉള്ളൂ. അതിനുള്ളിൽ അവിടെ എന്ത് നടക്കാനതേ? അതിനു മുൻപേ തന്നെ ഇവിടെ പലതും നടക്കുന്നുണ്ട് ചേച്ചി. അശോകേട്ടൻ ഗൾഫിൽ പോയ ശേഷം ഇവള് എന്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ നോക്കുക. എന്റെ ഭർത്താവാണെങ്കിൽ അതിൽ വീഴുകയും ചെയ്തു. കാണാൻ പാടില്ലാത്ത പലതും കണ്ടതുകൊണ്ടാ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൊള്ളാം. അതെ, നീയാണ് യഥാർത്ഥ ഭാര്യ. കാണാൻ പാടില്ലാത്തത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങി അങ്ങോട്ട് പോവുക. എന്റെ അർത്ഥം
നീ നിന്റെ ഭർത്താവിന് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നു എന്നല്ലേ? പറയേണ്ടവരോടൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ട് തന്നെയാണ് അച്ഛൻ ഞാൻ ഇവിടുന്ന് പോയത്. എന്നോട് എന്റെ കുഞ്ഞിനോടും ഒരല്പം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ മകൻ ഞങ്ങളെ തിരക്കി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ദേ, ദേ, പക്ഷേ ഈ മനുഷ്യൻ അവളുടെ വലയിൽ വീണ് കഴിഞ്ഞു വച്ച ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. മറ്റേ. അത് വേണ്ടതേ. നിനക്ക് നിന്റെ ഭർത്താവിന് വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോകരുത്. അവിടെ സുന്ദരിമാരും കുഴപ്പം പിടിച്ചവരുമായ നിന്റെ ചേച്ചിമാരൊക്കെ ഉള്ളതല്ലേ? അതുകൊണ്ട് നീ ഇവിടെ നിന്നിട്ട് ഇവനെ നേരെയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ശരി അച്ഛാ, സമ്മതിച്ചു. ഞാൻ ഇനി മുതൽ ഇവിടെ നിന്നോളാം. പക്ഷെ ഇവള് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛന്റെ മൂത്ത മരുമകളെ ഇവിടെ നിറക്കി വിടാൻ അച്ഛൻ തയ്യാറാണോ? അതെന്തിനാ എന്റെ മരുമകളെ ഞാൻ ഇറക്കി വിടുന്നത്? ഇവളും കൂടി ഇവിടെ ഉണ്ടായാലല്ലേ നിന്റെ സംശയം പൂർണ്ണമായി മാറി എന്ന് ഉറപ്പിക്കാൻ പറ്റൂ. അപ്പോ എല്ലാം എന്റെ സംശയം മാത്രമാണെന്നാണല്ലേ അച്ഛൻ പറയുന്നത്? നീ ഇവിടെ വരുന്നതിന് 7 വർഷം മുമ്പേ അനിത ഈ വീട്ടിലെ മരുമകളാ. അശോകൻ ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ശേഷം 4-5 വർഷം അവന് ഗൾഫിൽ തന്നെയായിരുന്നു ജോലി. അതിനിടയിൽ 2-3 തവണ നാട്ടിൽ വന്ന് കാണും. അന്നും ഇന്നും ശബരി അനിതയെ കാണുന്നത് ഏട്ടത്തിയമ്മയായിട്ടാ. അല്ലടാ, ഞാൻ അനിതയെ കാണുന്നത് എന്റെ സ്വന്തം മകളായി. അതുകൊണ്ട് നീ എന്റെ 2 മക്കളെയും നീ കാണുന്ന കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ല. മനസ്സിലായി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എന്നെ സംശയരോഗിയാക്കാൻ നോക്കുക. പക്ഷെ ദേ ഇത് അനുവദിച്ചു തരുമെന്ന് ആരും കരുതണ്ട. ദേ, അച്ഛന്റെ മകൻ കെട്ടിയ താലി എന്റെ കഴുത്തിലുണ്ടെങ്കിൽ ശബരിയേട്ടൻ എന്റെ കൂടെ തന്നെ ജീവിക്കും. അതെ, വണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്കിനി എന്റെ വീട്ടിൽ താമസിക്കാം. വാ, വരാൻ. അത് നീ മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാ മതിയോ? എന്റെ വീട് വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. നിനക്ക് എന്റെ ഭാര്യയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ വീട്ടിലേ നടക്കൂ. ഓ, അപ്പൊ എന്നെ ചതിച്ചടങ്ങുന്നുള്ള വാശിയാണല്ലേ? എങ്കിൽ എനിക്കതൊന്ന് കാണണം. മര്യാദക്ക് എന്റെ കൂടെ വന്നോ. വരാനല്ലേ പറഞ്ഞേ? ശബരിയെ വിട്. വിടവനെ. നീ എന്താ ഈ കാണിക്കുന്നേ? എന്റെ ഭർത്താവിനെ ഞാൻ കൊണ്ടുപോകും. അത് തടയാൻ നിങ്ങൾ ആരാ? നാളെ ഇവിടെ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ഇതുപോലെ ഇവിടുന്ന് പോകേണ്ടി വരും. ഇങ്ങോട്ട് വരാൻ. എന്റെ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നീ ചാവുന്നെങ്കിൽ പോയി ചാവടി. പണ്ട് നിന്നെ ഒരുത്തൻ ചവച്ച് തുപ്പിയതാണെന്ന് അറിഞ്ഞിട്ടും താലി കെട്ടിപ്പോയല്ലോ എന്ന് ഓർത്ത് ചേർത്ത് നിർത്തിയവനാ ഞാൻ. നീ എന്താടി വിചാരിച്ചേ? എല്ലാ ആണുങ്ങളും നിന്നെ ചതിച്ച ആ തെണ്ടിയെ പോലെ അമ്മയും സഹോദരിയും തിരിച്ചറിയാൻ പാടില്ലാത്തവരാണെന്നോ? മര്യാദക്കാണെങ്കിൽ എന്റെ ഭാര്യയായിട്ട് നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാം. അതല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഇവളോടൊപ്പം സുഖമായിട്ട് ജീവിക്കാനല്ലേ? അതിന് ദയ മരിക്കണം. ചേച്ചി, എന്താ ചേച്ചി? ശബരിയേട്ടൻ അടിച്ചു മഞ്ചാടി. ചേച്ചി സ്വപ്നം കണ്ടതാ. ശബരിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ശബരിയേട്ടന്റെ വീട്ടിലല്ലേ? ചേച്ചി ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. ചേച്ചിക്ക് കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. എന്നെയും ശബരിയേട്ടനെയും തമ്മിലകറ്റാൻ അവളാ നോക്കുന്നത്. അനിത, അതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതൊക്കെ ദേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. ശബരിയേട്ടൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ചേച്ചി സമാധാനത്തോടെ കിടക്കാൻ നോക്ക്. നിനക്ക് അതൊന്നും പറഞ്ഞ് മനസ്സിലായില്ല മഞ്ചാടി. എനിക്ക് രഘുവേട്ടനെയും അമ്പിളി ചേച്ചി ഇപ്പൊ കാണണം.